ഹായ് ഹലോ. ഇവിടെ ഇപ്പം നിൽക്കുന്നത് കുരിശിൻ്റെ അടുത്തോട്ട് പോകുന്നത് എന്നത് അവിടെ കുരിശടിയിലാണെങ്കിൽ എണ്ണയുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഭക്തജനങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈ കുരിശടി വന്ന് എണ്ണയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഈ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമുക്കൊരു മനസ്സിനും പിന്നെ നമ്മുടെ വീടിനും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ ഇവിടെ എല്ലാവരും ഈ മുത്തുക്കുടയും കൊണ്ട് പോകുന്ന വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയല്ല കേട്ടോ. അത് നമ്മൾ ഇവിടെ ഓരോരുത്തരും നേർച്ച പറയുന്നതാണ് പള്ളിയിൽ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന പള്ളി ഏതാണെന്നറിയാമോ? മണർകാട് പള്ളിയാണേ. അപ്പം ഞങ്ങളെല്ലാം മണർകാട് പള്ളി വന്നിരിക്കുകയാണ്. മണർകാട് പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയത്ത് ഉള്ളൊരു മണർകാട് പള്ളിയാണ്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ മനുഷ്യരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇവിടെ മാതാവിന് ഭയങ്കര ശക്തിയുള്ളൊരു പള്ളിയാണ്. മാതാവിനെ വിളിച്ചാൽ നമുക്ക് ഭയങ്കര അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ഈ മുത്തുക്കുടകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ, അതൊക്കെ അവരൊക്കെ ഓരോ നേർച്ചകൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് അവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടെടുക്കുന്ന കുടയാണ്. അപ്പോൾ അതെടുത്തിട്ട് പറഞ്ഞ് ആ സംഭവം കറക്റ്റ് സാധിക്കുമെന്ന് പറഞ്ഞു. അത്ര ശക്തിയുള്ള മാതാവിൻ്റെ പള്ളിയാണ് മണർകാട്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് മണർകാട് പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഫുള്ളായിട്ട് ഈ കുരിശടി പിന്നെ കിണർ ഇപ്പോൾ ഫുള്ള് ചുറ്റി കാണിക്കുന്നതാണ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിലത്ത് എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇതാണ് കുരിശടിയിലുള്ള എണ്ണ കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും, ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ എണ്ണയും അങ്ങനെ ആർക്കും എടുക്കാതിരിക്കാൻ പറ്റുന്നത് അങ്ങനൊന്നും ഇല്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റും. ആ എണ്ണ അത്രയും നല്ലതാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഫുള്ള് വെയിലാണ് ഇവിടെ. അത് ബാക്കി കാണിച്ചു. ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോഴല്ലോ ഇവർ ഭയങ്കര ബഹളമാണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണാൻ പോലും കഴിയത്തില്ല. ഈ വെയിലത്ത് ഈ കുട്ടികളെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകാനും വലിയ പാടാണ്. എന്നാലും മാക്സിമം കാണിച്ചു തരാം. നല്ല രസമാണ്, പിള്ളേരങ്ങ് ഓടുക, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് ചുറ്റി കാണുന്നതും ഈ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് മണർകാട് പള്ളിയുടെ ചുറ്റിനുമുള്ള, അതായത് പ്രകൃതി സൗന്ദര്യം. ഇതാണ് പള്ളി ആസ്വദിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത് ഫുള്ള് ചുറ്റിക്കണ്ട് പ്രകൃതിയും കൂടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്. എന്തായാലും ഫുള്ളൊന്ന് ചുറ്റി കാണിച്ചു തരാമേ. ഈ കൊച്ചുങ്ങൾ ഭയങ്കര കരച്ചിൽ. ഇനിയിപ്പോൾ നമുക്ക് ആ മാതാവിൻ്റെ പള്ളിക്കകത്ത് കയറാം. പള്ളിയിൽ കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ കണ്ടോ ഒരു കിണർ. ആ കിണറ്റിൽ വെള്ളം എടുത്ത് നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റും. നല്ലതാണ് ഈ വെള്ളം കുടിക്കുന്നത്, ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് ഈ കിണറ്റിലെ വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ഈ കിണറ്റിലെ വെള്ളം കാണിച്ചു തരാം. ഇതാണ് പള്ളി, വിശാലമായിട്ട് കിടക്കുന്ന പള്ളി. നമുക്ക് ഈ പള്ളി കയറി സ്വസ്ഥമായിട്ട് ഒരു നല്ല രസമാണ്. അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാം. എന്തായാലും പള്ളി കയറിയിട്ട് വന്നിട്ട് നമുക്ക് വെള്ളം പിടിക്കാൻ പോകും. ഒരു കുട പോലും എടുക്കാതെ ഈ വെയിൽ ഫുള്ള് വെയിൽ കൊണ്ട് നടക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് വെയിലാണ്, നല്ല കട്ട വെയിൽ. പക്ഷെ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. എന്തായാലും പള്ളിക്കുള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ നല്ല വെയിലത്തില്ലേ നമ്മൾ കണ്ട് ഈ പള്ളിയിലെ മുറ്റത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക. നല്ല വെള്ളമാണ്, നല്ല മണർകാട്ട് മാതാവിൻ്റെ പള്ളിയിലെ വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഈ വെള്ളം കുടിക്കുന്നതാണ്. ചില ആളുകളൊക്കെ ഈ വെള്ളം വീട്ടിൽ കൊണ്ടുപോകും. നല്ല ശക്തിയാണ് ഈ വെള്ളം കുടിക്കുന്നതൊക്കെ. നമുക്ക് ഭയങ്കര ഐശ്വര്യങ്ങളാണ്, നമ്മുടെ മനസ്സിന് സമാധാനം സന്തോഷമാക്കി. കുടിക്കണേ അതെല്ലാം ഓർത്താ ഇഷ്ടം. കുടിച്ചോയാ ചേച്ചി കുടിക്കുക, പനിയൊക്കെ മാറും. കുടിക്കുക, ബാക്കി തലയോട്ട് ഒഴിച്ചോ ചേച്ചി. കുടിച്ചോ, അടുത്തൊരു ഭാഗം കൊണ്ടുപോവാ.
കുടിക്കാൻ പിടിക്കാം അവൻ കുടിക്കുന്ന കയ്യിലോട്ട് ഓടിച്ച് കൊടുക്കണേ കുടിക്കില്ലേ നീ മാറിക്ക് നില്ല ആ കാണിച്ചേ ഇന്നെ കുടിക്കുന്ന ആ കുടിക്കുന്ന മാ കൊണ്ട് കുടിക്കുന്ന നീ കയ്യിലോട്ട് ആ കുടിച്ചോ ആ ചൂടെ മതിയോ നീ കുടിക്കുമ്പോൾ ചില കൊടുത്താൽ മതി ഞാൻ കുടിക്കട്ടെ ഇറങ്ങിയുണ്ടല്ലോ മാതാവിന്റെ വെള്ളം കുടിച്ചു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു മാതാവിന്റെ മണർകാട് പള്ളിയിലെ മാതാവിന്റെ വെള്ളം കോരി കുടിച്ചു പള്ളിക്ക് വലം വെക്കാം നോക്കമ്മേ ഇപ്പം നമ്മളിരിക്കുന്നത് പള്ളിക്കകത്താണ്. പള്ളിക്കകത്ത് തന്നെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് മനസ്സിലുള്ള എന്ത് കാര്യം വേണമെങ്കിലും പള്ളിയിൽ മാതാവിനോടിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്രയും നല്ല അനുഗ്രഹം കിട്ടുന്ന മാതാവിൻ്റെ മണർകാട് പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾത്താരയിലൊക്കെ എല്ലാവരും പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതേ പള്ളി കഴിഞ്ഞ് നേരെ ഇപ്പം വീട്ടിലല്ല, നമുക്ക് അവിടെ അടുത്തായിട്ടൊരു റൂം എടുത്തിട്ടുണ്ട്, റിസോർട്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല അടിപൊളി ഒരു. അപ്പോൾ എന്തായാലും ഇവിടെ കയറി വിശ്രമിച്ച് ഫുഡൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം. ഇതാണ് താമസിക്കുന്ന സ്ഥലം. ശ്രേമോളെ വായോ. അപ്പോൾ കുഞ്ഞായ അവിടെ നിൽപ്പുണ്ട്, ശ്രേമോളെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ഇവിടുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവിടെ ഈ ഹോട്ടലിൽ ഫുഡും കിട്ടും കേട്ടോ. താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാം അടിപൊളിയാണ്, സൂപ്പർ. കോട്ടയം ടൗണിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത്. അതായത് ഈ റൂം എടുത്തേക്കുന്നതും ഈ സ്ഥലം ഈ സിറ്റിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ തന്നെയാണ് പള്ളിയും കാര്യങ്ങളും ഒക്കെ. ഞാക്കൊണ്ടൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട്. അവിടെ പൈസ അടക്കണമെങ്കിൽ നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കുട്ടികളെ ഇങ്ങനെ അവർക്കൊരു അതുപോലെ കളിച്ചിലും വെള്ളമൊക്കെ മാറ്റി സ്വസ്ഥമായിട്ട് നമുക്കിങ്ങനെ ആ ലുലുമാളിലൊക്കെ കയറി കറങ്ങി വലിയവർക്ക് വേണ്ട സാധനങ്ങളും കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി സമാധാനത്തോടു കൂടി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ അപ്പോൾ എല്ലാവരും പിന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് പുതിയൊരു ചാനൽ. അപ്പോൾ ഈ ചാനലിനെ പറ്റി അറിയാത്തവർ ശ്രേമോളെ നീ കറങ്ങിക്കോളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഫാമിലി ഇതുപോലെ ഒരുമിച്ചൊരു വീഡിയോയുമായിട്ട് നീ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ആദ്യം കൊണ്ടൊക്കെ ആവശ്യം കൊണ്ട്